ഉറക്കെ പറഞ്ഞ് എന്ത് ചെയ്യണം? അടിക്കണം. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പയുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കെ, കണ്ടിട്ട് മരിക്കാനുള്ള കൊതിയുണ്ടാ. നിസ്കരിക്കാത്തതിന്റെ പേരിൽ 10 വയസ്സ് പോട്ടെ, അത് വിട്, 15 വയസ്സായി 18 വയസ്സായി, നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏത് വാപ്പായും ഉമ്മയുള്ള സ്കൂളിൽ മാർക്ക് പറഞ്ഞാൽ തല്ലും, സ്കൂളിൽ മാർക്ക് പറഞ്ഞാൽ തല്ലും. പക്ഷെ നിസ്കരിക്കാത്തവരെ തല്ലണമെന്ന് പറഞ്ഞ് 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലി നിസ്കരിപ്പിക്കണം. അതിനുള്ള ധൈര്യം ഉണ്ടോ? വാപ്പായ്ക്ക് ധൈര്യമില്ല. വാപ്പായ്ക്ക് ധൈര്യമില്ല, കാരണം വാപ്പ നിസ്കരിക്കാറില്ല. എല്ലാം പോയാൽ മോൻ ചോദിക്കും, ആദ്യം വാപ്പ പോയി നിസ്കരിക്കും, ആദ്യം വാപ്പ നിങ്ങൾ നന്നാവും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ചിന്തിക്കണം നമ്മുടെ അവസ്ഥ എന്താ. നിങ്ങൾ 5 നേരം നിസ്കരിക്കുന്ന വലിയ മഹാന്മാരൊക്കെ തന്നെ, പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവർ 3 വിഭാഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ടവർ 3 വിഭാഗം: കള്ളുകുടിയനല്ല, പലിശ തിന്നുന്നവനല്ല, കാഫിരീങ്ങളല്ല, അള്ളാഹനെ മറന്നു നടക്കുന്നവനല്ല. പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു അവരോട് സംസാരിക്കില്ല, അള്ളാഹു അവരുടെ മുഖത്ത് നോക്കില്ല, അള്ളാഹു അവരോട് കരുണ കാണിക്കില്ല. ആ 3 വിഭാഗത്തിൽ ഒരു വിഭാഗം തന്റെ ഭാര്യ മക്കളും ഇശാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് തിരിച്ച് നീ നിന്റെ വീട്ടിലേക്ക് പോകുമ്പോ നിന്റെ ഭാര്യ മക്കളും ഇരുന്ന് സീരിയൽ കാണുന്നുണ്ട്, നിസ്കരിക്കാതെ ഇരിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ആ തെറ്റിനെ നിസാരമായി കാണുന്ന വാപ്പ, നിന്നെ അള്ളാഹ് വെറുതെ വിടത്തില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്നെ അള്ളാഹു വെറുതെ വിടത്തില്ല. നീ രാവിലെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോ നിന്റെ 18 വയസ്സുള്ള മകൻ അവിടെ കിടക്കുന്നുണ്ട്, നിന്റെ കൂടെ കിടന്ന ഭാര്യ അവിടെ കിടക്കുന്നുണ്ട്. അവരെ വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കാതെ നീ പള്ളിയിൽ പോയിട്ട് എന്ത് കാര്യമുള്ള? അള്ളാഹു എന്തേ പറഞ്ഞ, നരകത്തിൽ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നല്ല പറഞ്ഞ്, നീ നിന്റെ കുടുംബത്തെ കൂടെ രക്ഷപ്പെടുത്തണമെന്നാ പറഞ്ഞ്. അപ്പൊ നീ പള്ളിയിൽ വന്ന് 5 നേരം നിസ്കരിക്കുന്നവനാ, നിന്റെ മകൻ വരാറില്ല, നിന്റെ കൂടെ കിടന്ന ഭാര്യ എഴുന്നേറ്റ് നിസ്കരിക്കാറില്ല, നിന്റെ പെമ്മക്കൾ എഴുന്നേറ്റ് നിസ്കരിക്കാറില്ല. അത് നിന്റെ ബാധ്യതയിൽ നിസ്കരിപ്പിക്കേണ്ടത്. നിങ്ങൾ ചോദിക്കും, ഉസ്താദേ, മക്കളെ പ്രായപൂർത്തിയായ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പൊന്നുമകളുടെ വിവാഹം കഴിഞ്ഞു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാരി തങ്ങളുടെ കൂടെ മണിയറയ്ക്കകത്ത് കിടക്കുക, തന്റെ പൊന്നുമോട് ഭർത്താവിന്റെ വീട്ടിൽ കിടക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹിന്റെ സമയത്ത് മകളുടെ വീടിന്റെ മുന്നിൽ കെട്ടിച്ചുവിട്ട മകളുടെ വീടിന്റെ മുന്നിൽ പോയിട്ട് വിളിക്കും, മോളെ ഫാത്തിമ എഴുന്നേറ്റ് നിസ്കരിക്കും. മോളെ, പാപ്പ കല്യാണം കഴിച്ചുവിട്ട മക്കളുടെ വീട്ടിലൊന്നും പോണ്ട, നീ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരാൻ നിന്റെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ പോകുന്ന വഴിയിൽ അടുത്ത റൂമിന്റെ അകത്ത് കിടന്നുറങ്ങുന്ന മക്കളെ നീ വിളിച്ചുണർത്താറുണ്ടോ? അള്ളാഹു നിങ്ങൾക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒരു വീട്ടിലെ വാപ്പ എങ്ങനെ ആകണമെന്നറിയോ? ഒരു വീട്ടിലെ മാതാവ് എങ്ങനെയാകണം, പിതാവ് എങ്ങനെയാകണം? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയാകണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഞാൻ നിങ്ങൾക്ക് ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്ത് നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്നത് മകനാകട്ടെ, മകളാകട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, കൂടപ്പുറപ്പാകട്ടെ, ആരുമാകട്ടെ, ഈ ഒരൊറ്റ ആയത്ത് ആ മക്കൾ കൂടി കൊടുത്താൽ മതി. ഏത് ഉറക്കത്തിൽ കിടക്കുന്നവനാണെങ്കിലും, എത്ര അനുസരണയില്ലാത്തവനാണെങ്കിലും, ഒരു കടുകുമണിയുടെ അളവെങ്കിലും അവന്റെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ ഈ ഒറ്റ ആയത്ത് ഓതി കൊടുത്താൽ മതി, എഴുന്നേറ്റ് നിസ്കരിക്കും. അള്ളാഹു ആയത്ത് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ആയത്ത് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഈ ആയത്ത് നിങ്ങൾ ഓതണം. നിങ്ങളുടെ മക്കളുടെ മുന്നിൽ, നിങ്ങളുടെ ഭാര്യയുടെ മുന്നിൽ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവരുടെ ചാരത്ത് ചെന്നിട്ട് ഈ ഒരൊറ്റ ആയത്ത് ഓതി കൊടുത്താൽ മതി. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ഈമാൻ കൊടുക്കും, എഴുന്നേറ്റ് നിസ്കരിക്കും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. എന്തെന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പടച്ചവനെ എഴുന്നേൽക്കുകയാണ്. അതാ നമസ്കാരത്തിന്റെ സമയമായാൽ അവിടുന്ന് തന്റെ ചാരത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിക്കാൻ അവിടുന്ന് തന്റെ ഭാര്യയെ വിളിച്ചുണർത്തുകയാണ്. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മക്കളുടെ ചാരത്തേക്ക് കടന്നു പോവുകയാണ്. കിടന്നുറങ്ങുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്താണ് ഓതി കൊടുക്കുന്നത്. മക്കളെ എഴുന്നേൽക്കടാ, മക്കളെ എഴുന്നേൽക്കടാ, എഴുന്നേറ്റ് നിസ്കരിക്കടാ. നിസ്കരിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉറങ്ങുന്ന മക്കളോട് പറഞ്ഞു കൊടുത്ത 2 പ്രതിഫലമാണ്. ഈ സദസ്സിലിരിക്കുന്ന എല്ലാ ഉപ്പമാരും ഉമ്മമാരും ഈ ആയത്ത് പഠിച്ചോ. നാളെ മുതൽ ഓതാനുള്ളതാണ്. സുബ്ഹി നമസ്കരിക്കാതെ കിടന്നിറങ്ങുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് അവിടുന്ന് ഓതി കൊടുക്കേണ്ട ഒരായത്താണ്. ഏതായത്തെന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ لا نسألك رزقا نحن نرزقك والعاقبة للتقوى. بسم الله الرحمن الرحيم.
വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖു വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഭാര്യയുടെ മക്കളെ ചാരത്ത് ചെന്നിട്ട് അവരെ വിളിച്ചു നിർത്തിയിട്ട് നിസ്കരിക്കാ പറയുന്ന ഉപ്പമാര്, നിസ്കരിക്കാ പറയുന്ന ഉമ്മമാര്, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമാണ്, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമാണ്. നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവരോട് പറഞ്ഞു കൊടുക്കണം. എന്റെ പ്രിയമുള്ളവരെ, എന്തേ പറഞ്ഞു കൊടുക്കേണ്ടതെന്നറിയുവോ? ആരാടാ പറയുന്നത്? ഇതാരോടാ പറയുന്നത്? എന്റെ പ്രിയമുള്ളവരെ, നമസ്കരിക്കാൻ വെള്ളിയാഴ്ച പോലും പള്ളികൾ നമസ്കരിക്കാൻ വിടാത്ത സ്കൂളിലേക്ക് തന്റെ പൊന്നാര മക്കളെ കൊണ്ട് ചേർത്തിട്ടിരിക്കുന്ന മാതാപിതാക്കളോടാ ളുഹർ നമസ്കാരമല്ല എല്ലാ ദിവസവും ളുഹർ നമസ്കരിക്കാൻ പോകുന്നത് പോയിട്ട് വെള്ളിയാഴ്ച പോലും നമസ്കരിക്കാൻ അനുവദിക്കാത്ത സ്കൂളിലാണ് തന്റെ മാതാപിതാക്കളും തന്റെ പൊന്നാര മക്കളെ കൊണ്ടുപോയി പഠിപ്പിക്കുന്നത്, കൊണ്ടുപോയി ചേർത്തിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടിയാ? നിന്റെ മക്കള് പട്ടിണിയില്ലാതെ കഴിയാറാണ്, നിന്റെ മക്കള് നല്ല നിലയിലെത്തുന്നത് കാണാറാണ്. മോനെ, നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, നല്ല വിജയം കിട്ടണം, എങ്കിലേ നല്ല ജോലി കിട്ടൂ. നല്ല ജോലി ഉണ്ടെങ്കിലേ നല്ല പണമുണ്ടാകൂ, എങ്കിലേ നല്ല ജീവിതമുണ്ടാകൂ, എങ്കിലെ സ്നേഹമുള്ള വാപ്പാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മക്കളോട്, സ്കൂളിൽ പറഞ്ഞു വിടുന്ന മക്കളോട് പറയണം, എങ്ങനെയെങ്കിലും ളുഹർ നമസ്കരിക്കണോ. എന്റെ പൊന്നാര മക്കളെ നമസ്കാര കളയാക്കില്ലേ. എന്തേ പറഞ്ഞു കൊടുക്കേണ്ടത്? ഒന്നാമത്തെ പ്രതിഫലമെന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, 5 നേരം തന്റെ ഭാര്യയെയും തന്റെ മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിച്ച അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലമെന്ത്? ഒരു പള്ളിയുടെ മുന്നിലും നീ പിരിവിന് പോകണ്ട, ഒരു പള്ളിയുടെ മുന്നിലും നീ പിരിക്കാൻ പോകണ്ട. അല്ലാഹുവേ, വെള്ളിയാഴ്ച പള്ളികളുടെ വെളിയിലിറങ്ങുമ്പോ ഓർത്തു പിരിച്ചിട്ടിരുന്ന് യാചിക്കുന്ന എത്രയോ യാചകന്മാരെ കാണുന്നവരാ. ഈ പരിശുദ്ധമായ റമദാനിലോ ഓരോ വീടുകളെ കേറിയിറങ്ങി പിരിവിന് നടക്കുന്നവരെ കണ്ടിട്ടുണ്ടല്ലോ. എങ്കിൽ അല്ലാഹു പറയുകയാ, ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖു. അല്ലാഹു പറയുകയാണ്, നിനക്കും നിന്റെ കുടുംബത്തിനും മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം തരാ. അല്ലാഹു പറഞ്ഞത് വാക്ക് പറഞ്ഞാ പാലിക്കുന്നവനാണല്ലോ. അല്ലാഹു പറയുകയാ, നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം തരാ. നീ ഭക്ഷണം തേടി നടക്കണ്ട, നീ റിസ്ക് തേടി നടക്കണ്ട. ഞാനാടാ റാസിഖ്, ഞാനാണ് ഭക്ഷണം തരുന്നവന്. മരിക്കുന്ന കാലം വരെ ഞാൻ പട്ടിണിക്കിടൂല, നിനക്ക് തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹ, സൂറത്തു ത്വാഹ 135-ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു, അതോ 132 എങ്ങോട്ടുള്ള ഏതോ 132 മുതൽ 136 ഇടയിലുള്ള ഏതോ ആയത്ത. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ. അല്ലാഹു പറയാ, നീ റിസ്ക് തേടി നടക്കണ്ട, ഞാൻ തരാം. എടാ, മരിക്കുന്ന കാലം വരെ 5 നേരം നിസ്കരിച്ച നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും ഞാൻ തിന്നാൻ തരാമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ പ്രതിഫലം അത് തന്നെ, ഒന്നാമത്തെ പ്രതിഫലം അത് തന്നെ. ഇത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ, ഞാൻ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ കുടുംബം പട്ടിണിയാവും. ശരിയാ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ കുടുംബത്തിന് ആരാ ഭക്ഷണം കൊടുക്ക, എന്റെ മക്കൾക്ക് ആരാ ഭക്ഷണം കൊടുക്ക എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ, നീ മരിച്ചാൽ നിന്റെ പെണ്ണുമ്പിള്ളയ്ക്കും മക്കൾക്കും ആരാ ഭക്ഷണം കൊടുക്കണം? നീ ഒരു ദിവസം ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് പൈസ കൊണ്ടുവന്നാലേ നിന്റെ മക്കള് കഴിയുമെങ്കിൽ നീ മരിച്ചാൽ നിന്റെ പെണ്ണുമ്പിള്ളയ്ക്ക് മക്കൾക്ക് ആരാ ഭക്ഷണം കൊടുക്കണത്? അല്ലാഹ്. എന്റെ അള്ളാഹ്ക്ക് എപ്പോഴും പറ്റൂലേ? അള്ളയാ പറഞ്ഞേ. അള്ളാഹു പറയുകയാ,
ഞാൻ ആ റിസ്ക് തരുന്നവൻ മരിക്കുന്നത് വരെ തരും മുടക്കമില്ലാതെ. അള്ളാഹു നമുക്ക് റിസ്ക്കിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഒന്നാമത്തെ പ്രതിഫലം ഇതാ പറഞ്ഞു കൊടുക്കേണ്ടത്. സ്കൂളിൽ പോകുന്ന മക്കളോട് പറയണം, മോനെ എങ്ങനെയെങ്കിലും ളുഹർ നിസ്കരിക്കണം, എങ്ങനെയെങ്കിലും നീ ളുഹർ നിസ്കരിക്കണം. അതെങ്ങനെ നിസ്കരിക്കാൻ വെള്ളിയാഴ്ച പോലും വിടാത്ത സ്കൂളിലെ കൊണ്ടുപോയി നമ്മുടെ മക്കളെ വിടുന്നത്. അള്ളാഹു പറയുകയാ, മരിക്കുന്ന കാലം വരെ പട്ടിണിയില്ലാതെ കഴിയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞാൽ ഉടനെ ഇന്നത്തെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിസ്കരിക്കോ? എടാ, നിസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ അള്ളാഹു ഭക്ഷണം തരുമെന്ന് പറഞ്ഞാൽ എല്ലാ മക്കളും എഴുന്നേക്കൂല. ചിലത് പുതപ്പ് തലയെ കൂടെ എടുത്തിട്ട് തിരിഞ്ഞു കിടക്കും. ചില മക്കള് തിരിഞ്ഞു കിടക്കും. ആ തിരിഞ്ഞു കിടക്കുന്ന സമയത്ത് മക്കളോട് രണ്ടാമതൊരു പ്രതിഫലം പറഞ്ഞു കൊടുക്കണം. ഉറങ്ങുന്ന മക്കളെ വിളിച്ചിരുത്തണം. എന്നിട്ട് ചോദിക്കണം, മോനെ ഒരു നല്ല മരണം വേണമെന്ന് നിനക്ക് ആഗ്രഹമില്ലോ? മോനെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ 70,000 മലക്കുകൾ അടങ്ങുന്ന 70 മുതൽ 70,000 മലക്കുകൾ വരെ അടങ്ങുന്ന ഒരു സൈന്യമായി മലക്കുൽ മൗത്ത് നിന്റെ മുന്നിലേക്ക് കടന്നു വരുമെന്ന് ഉറപ്പാണല്ലോ. എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. ഒരു ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് അതാ മലക്കുൽ മൗത്തും തന്റെ അനുയായികളും കടന്നു വരികയാണ്. എന്ന് വരെ ഞാനോ നിങ്ങളോ മലക്കുകളെ കണ്ടിട്ടില്ല. പക്ഷേ കാണുന്ന ഒരു ദിവസമുണ്ട്. ഇതേ കണ്ണുകൊണ്ട് ഫകശഫിനാ അൻക ഇതാഅക فبصرك اليوم حديد. കാണുമെന്ന് അല്ലാഹു പറഞ്ഞത്. ഒരു ദിവസം കാണുകയാണ്. അവർ മുഴുവനും നമ്മുടെ മുന്നിലേക്ക് ഇറങ്ങി വരുമ്പോ തുഴഞ്ഞ് താഴെ വീഴുകയാണ്. ചുറ്റുഭാഗം മുഴുവനും വളർന്നു നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്ന, വിളിക്കടാ, ആരെ വേണമെങ്കിലും വിളിച്ചോ, നിന്നെ കൊണ്ടുപോകാമെന്നതാണ്, നിന്റെ റൂഹ് പിടിക്കാമെന്നതാണ്, രക്ഷപ്പെടുത്താൻ ആരെ വേണമെങ്കിലും വിളിച്ചോ. ഇല്ലാ ഇദാ ബലഗത്തി തറാഖിയ വകീല മൻ റാഖ് വലന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ് ഇലാ ربك يومئذ المساق. മലക്കുകൾ നമ്മളോട് പറയുന്ന ഒരു രംഗമുണ്ട്. എന്നിട്ടതാ കാലിന്റെ തള്ളവിൽ നിന്ന് റൂഹിങ്ങനെ പിടിക്കുകയാണ്. അവസാനം അത് തൊണ്ടക്കുടിയിലേക്ക് കടന്നു വരുമ്പോ പറയണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കാ കൊതിയുണ്ടോ? ഈമാനോടുകൂടിയുള്ള ഒരു നല്ല മരണം വേണോ? ഉസ്താദേ, എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ചയാണ്, എന്റെ ഉമ്മ മരിച്ചത് റമളാൻ മാസത്തിലാണ്. അല്ലാഹുവേ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോ എന്റെ ഉമ്മയും ഉപ്പയും പറയുന്നത് ഞാൻ കേട്ട ഉസ്താദേ, അഭിമാനത്തോടുകൂടി പറയുന്ന മുസ്ലിമേ, വാപ്പ വെള്ളിയാഴ്ച രാവി മരിച്ചാ നിനക്കൊന്നും അല്ലാഹു തരൂല, നിനക്കൊരു പ്രതിഫലവുമില്ല. പെങ്ങളെ, ഉമ്മ റമളാനിൽ മരിച്ച ഉമ്മയ്ക്കാണ് പ്രതിഫലമുള്ളത്, നിനക്കൊരു പ്രതിഫലവുമില്ല. വെള്ളിയാഴ്ച ദിവസം ചിരിച്ചുകൊണ്ട് മരണ വീട്ടിൽ കിടക്കുമ്പോ പലരുടെയും മയ്യത്തുകള് ചിരിക്കുന്ന മുഖത്തോടെ കിടക്കുന്ന കാഴ്ച കണ്ട വാപ്പാ, നിനക്കും കൊതി തോന്നാറില്ലോ? ഈമാനോടുകൂടിയൊന്ന് മരിക്കണമെന്നോ, ഈമാനോടുകൂടി മരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ഞാനല്ല പറഞ്ഞത്, നിന്നെ പടച്ച റബ്ബാ പറയുന്നത്. അല്ലാഹുവാട് പറയുന്നത്, നിനക്ക് ഞാൻ നല്ല മരണം തരാ. നിങ്ങൾക്ക് നല്ല മരണം വേണോ? വെള്ളിയാഴ്ച രാവിലെ പോകണോ? കാണാ വരുന്നവരെ മുഴുവനും കൊതിപ്പിക്കുന്ന രീതികൾ മരിക്കണോ? അല്ലാഹു പറയുകയാ, ഞാൻ തരാ. നല്ല മരണം വേണോ? ഞാൻ തരാ. എന്തേ ചെയ്യേണ്ടത്? 5 നേരത്തെ നിസ്കാരം മുടക്കാതെ നിനക്കൊന്ന് നിസ്കരിക്കാൻ കഴിയോ? അല്ലാഹു നല്ല മരണം തരാമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എവിടെ പോയടാ നിന്റെ ഈമാൻ? എവിടെ പോയടാ നിന്റെ ഈമാൻ?
പള്ളിക്കകത്ത് ഇഅ്തികാഫിരുന്നവനാണ്, തറാവീഹ് നിസ്കരിച്ചവനാണ്, തഹജ്ജുദ് നിസ്കരിച്ചവനാണ്, തസ്ബീഹ് നിസ്കരിച്ചവനാണ്, ജമാഅത്തായി വിത്ർ നമസ്കരിച്ചവനാണ്. എവിടെ പോയടാ പൊന്നുമോനെ നിന്റെ ഈമാൻ? ആരാ നിസ്കരിക്കാ പള്ളിയിൽ നിന്ന് കേറുന്നത്? എന്റെ ചെറുപ്പക്കാരാ, ഒരു നല്ല മരണം വേണ്ടേടാ, കൊതിയില്ലേടാ പൊന്നുമോനെ?